നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതോടെ കോളടിച്ചത് BJPക്കാണ്. കോൺഗ്രസിലെ കടുത്ത CPM വിരുദ്ധരെല്ലാം BJPയിലേക്ക് ചുവടുമാറുമെന്ന വിശ്വാസമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അതുമാത്രമല്ല, ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിയത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരാളെ KPCC അധ്യക്ഷനാക്കാനാണെന്നുള്ള വ്യാപകമായ പ്രചരണം ഈ സമുദായത്തിൽ BJP അഴിച്ചുവിടുന്നുണ്ട്. അതിന് അവർക്ക് ധാരാളം ശക്തിയേറിയ പിന്തുണ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നുണ്ട്. ഈഴവനെ മാറ്റി ക്രിസ്ത്യാനിയെ KPCC പ്രസിഡന്റാക്കിയത് എന്തിനാണ്? ഈ ചോദ്യമാണ് ഇപ്പോൾ കെ സുധാകരൻ ഉയർത്തുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കോൺഗ്രസിനെതിരെ നിരന്തരമായ ആക്രമണം വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയാണ്. എന്തിനാണ് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അതിനൊരു കാരണം പറയാൻ പോലും ഹൈക്കമാൻഡിനുണ്ടോ? അത് മറ്റൊന്നുമല്ല, ഒരു ക്രൈസ്തവനെ KPCC അധ്യക്ഷനാക്കണമെന്ന് കത്തോലിക്ക സഭ അന്ത്യശാസനം പുറപ്പെടുവിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുട്ടുവിറച്ചു. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പ്രചരണ ആയുധങ്ങൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ കോൺഗ്രസിൽ വലിയ അസംതൃപ്തിയുണ്ട്. കാരണം സുധാകരൻ കടുത്ത CPM വിരുദ്ധനായിരുന്നു. സുധാകരനോട് അടുത്ത് നിൽക്കുന്ന CPM വിരുദ്ധരായ കോൺഗ്രസ് അണികൾ പതിയെ BJPയിലേക്ക് ചുവടുമാറുമെന്ന പ്രതീക്ഷ ആ പാർട്ടിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ അവഹേളിച്ചു എന്നുള്ള പ്രചരണം വെള്ളാപ്പള്ളിയും സംഘവും വളരെ വ്യാപകമായി ആ സമുദായത്തിൽ നടത്തുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഈഴവ വോട്ടുകൾ BJPക്ക് ലഭിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിച്ചപ്പോഴും വലിയ തോതിൽ ഈഴവ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഈഴവ സമുദായത്തെ BJPയുമായി കൂടുതൽ അടുപ്പിക്കാൻ കിട്ടിയ ഒരു മികച്ച അവസരമായാണ് കെ സുധാകരന്റെ മാറ്റം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ BJP കാണുന്നത്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ കോൺഗ്രസ് മാറ്റി. അത് ഈഴവരും പിന്നോക്കക്കാരുമായുള്ള ജനവിഭാഗങ്ങളോടുള്ള വലിയ അവഗണനയാണെന്നും ഇനി BJPയോടൊപ്പം അവർ അണിനിരക്കേണ്ട സന്ദർഭം ആഗതമായി കഴിഞ്ഞുവെന്നൊക്കെയാണ് ഈഴവ മേഖലകളിൽ BJP നടത്തുന്ന പ്രചരണം. ഈ പ്രചരണത്തിന് BJPക്ക് ഏറ്റവും കൂടുതൽ സഹായവും ശക്തിയും പകർന്നു തരുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. കാരണം ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ CPMനും BJPക്കുമായി വിഭജിച്ച് പോയാൽ കോൺഗ്രസിനും UDFനും അധികാരത്തിൽ വരിക അത്ര എളുപ്പമല്ല. കാരണം ക്രൈസ്തവ വോട്ടുകൾ സണ്ണി ജോസഫ് PCC പ്രസിഡന്റ് ആയതുകൊണ്ട് മുഴുവൻ കോൺഗ്രസിന് കിട്ടുമെന്ന വ്യാമോഹമൊന്നും കോൺഗ്രസിന് പോലുമില്ല. പിന്നെയാണോ മറ്റുള്ളവർക്ക്? അപ്പോൾ സണ്ണി ജോസഫിന് ഒരു അത്ര വലിയ ശക്തനായ നേതാവല്ലാത്തതും ക്രൈസ്തവ സഭകളിൽ എല്ലാവർക്കും സണ്ണി ജോസഫിനോട് വലിയ കാര്യമൊന്നുമില്ലാത്തതും അദ്ദേഹം ഒരു KC വേണുഗോപാലിൻ്റെ റബ്ബർ സ്റ്റാമ്പാണെന്നുള്ള ആരോപണവുമെല്ലാം ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ 3 പാർട്ടികൾക്കുമായി വിഭജിച്ചു പോവുകയും ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ CPMനും BJPക്കും ഇടയിൽ മാത്രം വിഭജിക്കുകയും ചെയ്താൽ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമാവും. കോൺഗ്രസിൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത്, UDFിൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ ഉറച്ചു പറയാവുന്ന വോട്ടുകൾ എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളാണ്. അത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസിനും UDFനും ഗുണം ചെയ്യും. അത് കഴിഞ്ഞ് എറണാകുളം മുതൽ അല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഈഴവ സമുദായവും നായർ സമുദായവും നിർണായകമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളും നിർണായകമാണ്. ഈ 3 സമുദായത്തിൻ്റെ വോട്ടുകൾ ചിതറിപ്പോവുകയും ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളും നായർ സമുദായത്തിൻ്റെ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും 3 പാർട്ടിയുമായി വിഭജിച്ചു പോവുകയും ചെയ്താൽ കോൺഗ്രസിന് മധ്യ തെക്കൻ കേരളത്തിൽ കാര്യമായി പ്രകടനം നടത്താൻ കഴിയില്ല. അതോടെ കോൺഗ്രസിൻ്റെ സാധ്യത മങ്ങും. ഇത് BJPക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശനും അറിയാം, പിണറായി വിജയനും അറിയാം. അതുകൊണ്ട് കെ സുധാകരൻ്റെ മാറ്റത്തെ ഈഴവ സമുദായത്തോടുള്ള ഒരു അവഗണനയായി ഉയർത്തിക്കാട്ടാനുള്ള BJPയുടെയും SNDPയുടെയും ഒക്കെ ശ്രമം CPMനെയും നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ ഒന്നും കാണാതെ ഇറങ്ങില്ല. BJPക്കും പിണറായി വിജയനും വേണ്ടി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസമായി കോൺഗ്രസിനെ ആക്രമിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടുള്ള കെ സുധാകരനെ മാറ്റി ക്രൈസ്തവനായ ഒരു നേതാവിനെ കൊണ്ട് നിർത്തിയത് ഈഴവർക്കെതിരെയുള്ള അവഗണനയാണ്. ഈഴവരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇരുത്താൻ പോലും
കോൺഗ്രസിന് താല്പര്യമില്ല. ഇത്തരം പ്രചരണങ്ങളാണ് കെ സുധാകരൻ അഴിച്ചുവിടുന്നത്. ഏതായാലും BJPക്ക് ഇപ്പോൾ ബമ്പർ അടിച്ചിരിക്കുകയാണ്. ഈഴവ മേഖലകളിൽ കൂടുതൽ ശക്തിയോടെ അവർ പ്രചരണം നടത്തുകയാണ്. കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കരുത്, കോൺഗ്രസ് ഒരിക്കലും ഈഴവ സമുദായത്തിനൊപ്പം നിൽക്കില്ല എന്നുള്ളത്. ഏതായാലും ഈ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ശരിക്കും ആശയക്കുഴപ്പത്തിലാണ്. ഈഴവ സമുദായത്തെ അവഗണിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കിയെങ്കിലും അതൊന്നും അത്ര പെട്ടെന്ന് ഏറ്റമട്ടില്ല. കാരണം കെ സുധാകരൻ്റെ സ്റ്റേച്ചറിലുള്ള അല്ലെങ്കിൽ കെ സുധാകരൻ്റെ നിലവാരത്തിലുള്ള നേതാവൊന്നുമല്ല അടൂർ പ്രകാശ്. അതുകൊണ്ട് കെ സുധാകരനെ മാറ്റിയതിൻ്റെ പരുക്ക് കോൺഗ്രസിന് അടുത്ത കാലത്തൊന്നും ഭേദമാകില്ല എന്നാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും പറയുന്നത്.